കമ്മ്യൂണിസം എന്ന ആശയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന പാരമ്പര്യമൊക്കെ കാലങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളായി കടന്നു വന്ന് സാധാരണ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച പാർട്ടി എന്നുള്ള പേരൊക്കെയുണ്ട്. പക്ഷേ കമ്മ്യൂണിസത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അത്യന്തം പരിതാപകരമാണ് എന്നതിൻ്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് എന്നേ കിട്ടിക്കഴിഞ്ഞു. അതായത് കേരളത്തിലടക്കം മറ്റ് സംസ്ഥാനങ്ങളിലടക്കം കമ്മ്യൂണിസം എന്നുള്ളത് ഇന്ന് ചവച്ച് തുപ്പിയ ഒരു കടലാസായി മാറിയിരിക്കുന്നു. ജനങ്ങൾ ചവച്ച് തുപ്പിയ ചവറ്റുകുട്ടയിൽ പോലും ഇടാത്ത ഒരു ആശയമായി മാറിയിരിക്കുന്നു എന്നതാണ്. BJPയുടെ വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ, കേരളത്തിലെ അടക്കമുള്ള വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ തളർച്ചയെക്കുറിച്ചും തകർച്ചയെക്കുറിച്ചും നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. അതായത് ഇവരുടെ ഇപ്പോഴത്തെ കാലത്തെ ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിലെ ഇവരുടെ പ്രാതിനിധ്യം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകും. 57-ന് ശേഷം ആദ്യമായി കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരില്ലാത്ത ഇന്ത്യ, അതായത് കമ്മ്യൂണിസ്റ്റ് മുക്ത ഇന്ത്യയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് മാറിക്കഴിഞ്ഞു. 2 രാജ്യസഭാ MP-മാരുണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന്, ജോൺ ബ്രിട്ടാസും അതുപോലെ A. റഹീമും. ഇനിയിപ്പോൾ അടുത്ത വർഷം കാലാവധി തീരുമ്പോൾ രാജ്യസഭാ MP എന്ന് പറയുന്നത് ഇല്ലാതെയാകും എന്നതാണ് സത്യം. കേരളത്തിൽ ഒരേ ഒരു ലോക്സഭാ MP ഉണ്ട്, ഒറ്റ MP അല്ലേ ഉള്ളൂ, K. രാധാകൃഷ്ണൻ. അതുപോലെ ഒരേ ഒരു കോർപ്പറേഷൻ ഭരണം മാത്രമേ ഉള്ളൂ. 300-ലധികം പഞ്ചായത്തുകളിൽ മാത്രം ഭരണം. കേന്ദ്രത്തിലോ സംസ്ഥാനത്ത് മറ്റൊരിടത്തോ അധികാര കേന്ദ്രങ്ങളില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് മുക്ത ഭാരതം എന്നുള്ള ആ ഒരു സ്ഥിതിവിശേഷം, അവസ്ഥ കൈവന്നിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക്. ഇത് കമ്മ്യൂണിസം എന്ന ആശയത്തിൻ്റെ പരാജയം മാത്രമല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ അഹങ്കാരത്തിൻ്റെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനവിരുദ്ധ നയങ്ങളുടെയും വികസന വിരുദ്ധതയുടെയും ഒക്കെ തന്നെ ഉദാഹരണങ്ങളായിട്ടാണ് ജനങ്ങൾ ഇവരെ ആട്ടിപ്പായിക്കുന്നത്. ലോകത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. ലോകത്ത് കമ്മ്യൂണിസ്റ്റുകാരെ തല്ലിയോടിക്കാത്ത ഒരു രാജ്യം പോലുമില്ല. കമ്മ്യൂണിസ്റ്റാണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കുക പോലുമില്ല പല രാജ്യങ്ങളും. എന്നിട്ടും ഇവിടെ ഈ ഭൗതികവാദവും ക്രിയാത്മകതയും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് MV ഗോവിന്ദ മാഷും KT കുഞ്ഞിക്കണ്ണനും MA ബേബിയും P. രാജീവുമൊക്കെ ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്ത M. സ്വരാജുമൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിച്ച് ഇവിടെ കമ്മ്യൂണിസത്തെ ദുർബലപ്പെടുത്തുന്നു എന്നൊക്കെയാണ് പറയുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ കമ്മ്യൂണിസത്തെ ദുർബലപ്പെടുത്തുന്നു. ഈ അവസ്ഥയിൽ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ എങ്ങനെ ദുർബലപ്പെടുത്താനാണ്? ഇനി എങ്ങോട്ട് ദുർബലപ്പെടാനാണ്? എറണാകുളത്തെ ഒരു നേതാവ് KS അരുൺകുമാർ ഒരിക്കൽ ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇവിടെ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തുന്ന, ഇന്ത്യയിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം തിരിച്ച് മാതൃഭൂമിയിലെ മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ഈ 1.03% വോട്ടും ആയിട്ട് നടക്കുന്ന നിങ്ങളെയൊക്കെ ഇനി എങ്ങോട്ട് ദുർബലപ്പെടുത്താനാണ്? സ്വയമേവ അത്ര തന്നെ ദുർബലമായി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇനിയിപ്പോൾ 0 കിട്ടാനുള്ളൂ. ആ അവസ്ഥയിൽ നിൽക്കുന്ന നിങ്ങളെ ഇനി എങ്ങോട്ട് ദുർബലപ്പെടുത്താനാണ്? നിങ്ങൾക്ക് എന്ത് വിലയുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ന് ചോദിക്കേണ്ടി വന്നു മുൻ SFI-കാരനായ ഈ മാധ്യമപ്രവർത്തകന്. അത്രയും ഗുരുതരമായ അവസ്ഥയിൽ കമ്മ്യൂണിസം നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇപ്പോൾ 2031 ഇലക്ഷൻ നോക്കിയാലും, അല്ലെങ്കിൽ ഇനി വരുന്ന 2030 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ 29 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കിയാലും ഒക്കെ ഏത് അവസ്ഥയിലും ഒരു തരത്തിലും ജനങ്ങൾ തള്ളിപ്പറഞ്ഞ, ജനങ്ങൾ ആട്ടിയോടിച്ച കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയധാരകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും നേതാക്കളും ഒക്കെ തന്നെ ഇവിടെ ഇങ്ങനെ ഗതികിട്ട പ്രേതങ്ങളെപ്പോലെ അലയുന്ന കാഴ്ച നമുക്ക് കാണേണ്ടി വരും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. BJPയുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾ തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഈ അപജയത്തെക്കുറിച്ചുകൂടി ഗവേഷണം നടത്തുകയോ പഠിക്കുകയോ ചെയ്യുകയോ അതേക്കുറിച്ച് ചർച്ചകൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം സാമൂഹ്യമായി നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കോ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കോ അവരുടെ പ്രസ്ഥാനങ്ങൾക്കോ ആശയങ്ങൾക്കോ ഒന്നും എതിരല്ല. പക്ഷേ ജനങ്ങളാണ് ഏറ്റവും വലുത്, നാടാണ് ഏറ്റവും വലുത് എന്നുള്ള അടിസ്ഥാന തത്വം അവർ മറന്നിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ആ സത്യം ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് എന്തെങ്കിലും ഒരു സാധ്യത, രക്ഷപ്പെടാനായിട്ട് സാധ്യതകളില്ല എന്നാൽ പോലും ഒരു സാധ്യതയുടെ ഒരു നേരിയ പ്രകാശ നാളമെങ്കിലും അവർക്ക് കിട്ടുകയുള്ളൂ.